പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ഭരണനിർവഹണ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ സേവാ തീർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റൈസിന ഹില്ലിലെ സൗത്ത് ബ്ലോക്കിൽ നിന്ന് സേവാ തീർത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാറും. വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെയും ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെയും ഓഫീസുകളും പുതിയ സമുച്ചയത്തിന്റെ ഭാഗമാകും. പുതിയ സമുച്ചയത്തിലെ സേവാ തീർത്ഥത്തിന്റെ ഫലകം അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. സമുച്ചയത്തിന്റെ ചുവരിൽ നാഗരിക് ദേവോ ഭവ, പൗരൻ ദൈവത്തിന് സമാനമാണ് എന്ന മുദ്രാവാക്യം ഉണ്ട്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത വേളയിൽ ഭവന ധനകാര്യമന്ത്രി മനോഹർ ലാൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിന്റെ പേരുകളും ചിഹ്നങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പേരുമാറ്റം ഉണ്ടായത്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന ഗവർണർമാരുടെ വസതികളുടെ പേര് രാജ്ഭവൻ എന്നത് ലോക്ഭവൻ ആക്കി മാറ്റിയിരുന്നു. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള അവന്യൂവായ രാജ്പഥിനെ സർക്കാർ കർത്തവ്യപഥ് എന്ന് പുനർനാമകരണം ചെയ്തു. 2016 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ലോക് കല്യാൺ മാർഗ് എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു.